താരിഫ് വിഷയത്തിൽ US സുപ്രീം കോടതിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. അധിക താരിഫ് ചുമത്തുന്നതിൽ പ്രസിഡന്റിന്റെ അധികാരത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. താരിഫ് ചുമത്താനുള്ള അധികാരം US കോൺഗ്രസിനെന്ന് US ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവരുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. നിഖിൽ, ഈ താരിഫ് സംബന്ധിച്ച ഒരു കൂട്ടം ചെറുകിട വ്യാപാരികളുടെ ഒരു ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഈ സംശയം പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, ട്രംപ് തന്നെ നിയമിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ട്രംപിനെ അനുകൂലിക്കുന്ന ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരമൊരു നീക്കമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ താരിഫ് ചുമത്താനുള്ള നിയമം അല്ലെങ്കിൽ ആ താരിഫ് നടപടി ട്രംപ് പിന്തുടർന്നത് 1977 സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമം നടപ്പാക്കുന്നതിനുള്ള അധികാരം US കോൺഗ്രസിന് അഥവാ പാർലമെന്റിനാണ് ഉള്ളത് എന്ന് വളരെ കൃത്യമായി ഭരണഘടന വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ നമുക്കറിയാവുന്നതാണ്, US ഭരണഘടന എന്ന് പറയുന്നത് ഒരു സമഗ്രമായ ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റോ അല്ല. പക്ഷേ ഇത്തവണ ആ ഭരണഘടന സംബന്ധിച്ച ഒരു വ്യാഖ്യാനത്തെ വളരെ കൃത്യമായി ഇത്തവണ ട്രംപിന്റെ ഭരണകൂടം വാദിക്കുന്നത്, ഇത്തരത്തിൽ അധിക താരിഫ് ചുമത്താനുള്ള അധികാരം പാർലമെന്റിനുള്ളത് പോലെ തന്നെ പ്രസിഡന്റിനുമുണ്ട് എന്നൊരു നിലപാടാണ്. ഈ നിലപാട് സംബന്ധിച്ചാണ് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു അധികാരം പ്രസിഡന്റിനുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, അത്തരമൊരു നീക്കം ഏതെങ്കിലും രീതിയിൽ താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിന് ഒരു പ്ലാൻ ബിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം US സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഒരു നടപടി അതിനെ പ്രതിരോധിക്കാൻ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച് ട്രംപിന് അനുകൂലമായ തീരുമാനമായിരിക്കില്ല സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുക എന്ന സൂചന തന്നെയാണ് ഈ പരാമർശങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ട്രംപ് താരിഫ് സംബന്ധിച്ച് മറ്റേതെങ്കിലും നീക്കങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായും നിലവിലെ താരിഫ് സംബന്ധിച്ച് എന്തെങ്കിലും അന്തിമ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇന്നലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഈ താരിഫ് സംബന്ധിച്ച നിയമ നടപടികളിൽ അമേരിക്കയുടെ ഗുണകരമല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ താരിഫ് ചുമത്തിയതിനെതിരായ നീക്കമുണ്ടാവുകയാണെങ്കിൽ അത് സാമ്പത്തിക രംഗത്ത് വലിയ ആഘാതമാണെന്നും അത് അവർ എതിരെ വാദിക്കുന്നവർ വിജയിക്കുകയാണെങ്കിൽ അമേരിക്കയെ മുതലെടുക്കുന്നവരുടെ വിജയമാണെന്നും പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു നിലപാടുകളെല്ലാം തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ താരിഫ് സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തര തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ തന്നെ ഒരു അന്തിമ നിഗമനത്തിലേക്കും ഒരു വിധി സ്വഭാവത്തിലുള്ള തീരുമാനത്തിലേക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി.